ഈ കോറോ ഹെൽത്ത് മാനേജ്മെന്റിന്റെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർ കേരളത്തിലെ ലേബർ ഫോഴ്സിനെ, ഹ്യൂമൻ റിസോഴ്സസിനെ നിരന്തരമായി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അവർക്ക് അവരുടെ ജോലിയെക്കുറിച്ച് ഒരു തകരാറും പറയാനില്ല. നമ്മുടെ കുട്ടികളാണ് നോയിഡയിലും ഹൈദരാബാദിലും പോയി മറ്റ് ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഫാക്കൽറ്റി ആയിട്ട് പോകുന്നത്, ട്രെയിനേഴ്സായിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് പരാതികളൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റിൽ 1000 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയതിനെക്കുറിച്ചും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അവർ പറയുന്നത് US നിലവിലെ പോളിസി, പുതിയ ഗവൺമെന്റിന്റെ പോളിസി, അത് പുതിയ വർക്ക് ഫോഴ്സിനെ ഇവിടെ അനുവദിക്കാൻ, പുതിയ വർക്കുകൾ, കോൺട്രാക്റ്റുകൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിൽ അവർ പുതിയ എംപ്ലോയീസിനെ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് മന്ത്രി നിർദ്ദേശിച്ചത് അവിടെ കൊടുത്തിരിക്കുന്ന അധികമായിട്ടുള്ള വേർട്ടിക്കൽ, അതായത് കേരളം ഒരു വേർട്ടിക്കലിലാണ് ജോലി ചെയ്യുന്നത്, ഹൈദരാബാദ് മറ്റൊരു വേർട്ടിക്കലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഹൈദരാബാദിൽ കൊടുത്തിരിക്കുന്ന വേർട്ടിക്കലിന്റെ പുതിയ ഭാഗം എന്തുകൊണ്ട് കേരളത്തിലേക്ക് റീഡയറക്ട് ചെയ്യാൻ പറ്റില്ല? ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷണർ പറഞ്ഞത്, ഇനി നമ്മൾക്ക് വേറെ ഏതെങ്കിലും ബ്രാഞ്ചസിലേക്ക് ഇവരെ റീഡെസിഗ്നേറ്റ് ചെയ്യാൻ സാധിക്കുമോ, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏറ്റവും പുതുതായി എടുത്ത എംപ്ലോയീസിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ തുടരാൻ അനുവദിക്കാൻ പറ്റുമോ? എല്ലാ രീതിയിലും ഗവൺമെന്റ് ഓഫ് കേരള അവർക്ക് സഹായകരമായ നിലപാട്, ഒരു എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണ ജനിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പോലും തയ്യാറാണ്. ഏത് വിധേനയും ഈ കമ്പനി ഇവിടെ നിന്ന് വിട്ടുപോകരുത് എന്ന കേരള ഗവൺമെന്റിന്റെ നിലപാട് ആവർത്തിച്ചു മന്ത്രി രേഖപ്പെടുത്തിയിട്ടും അവരൊരു കാരണവശാലും ലാഭത്തെക്കുറിച്ചോ നമ്മുടെ വർക്ക് ഫോഴ്സിനെ കുറിച്ചോ ഒന്നും ഒരു പരാതി പറയുന്നില്ല. പക്ഷേ അവർക്ക് പുതിയ കോൺട്രാക്ട് കിട്ടാത്തത് കൊണ്ട് അവർ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന, ഗവൺമെന്റ് ഓഫ് കേരള കൊടുത്തിരിക്കുന്ന, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പ്രപ്പോസൽ, ഈ പുതിയ വേർട്ടിക്കൽസ് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും? 10 ദിവസത്തിനകം ഒരു പ്രപ്പോസലുമായി ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയല്ല, നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അവരെ മറ്റ് ആവശ്യങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ ചർച്ചകളിലേക്ക് പോയിട്ടില്ല.